ഇന്നത്തെ വീഡിയോ കസ്റ്റമൈസ്ഡ് ആയിട്ട് വിഷു കാർഡ് എങ്ങനെ മേക്ക് ചെയ്യാമെന്നാണ്. അതിനാദ്യം തന്നെ നമ്മൾ പിൻട്രസ്റ്റ് ആപ്പിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ കൃഷ്ണനും കണിക്കൊന്നയൊക്കെയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ കൃഷ്ണൻ്റെ ഫോട്ടോസ് വെച്ച് മാത്രമാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലേക്ക് തന്നെ ഡൗൺലോഡ് ആകും കേട്ടോ. നമ്മൾ ആ ഫോട്ടോസിൻ്റെ താഴെയുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഇമേജ് എന്ന് വരും. അങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് എഡിറ്റ് എ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ ഫോട്ടോസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പിക്സാർട്ടിൽ നമ്മൾ ഇമേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്ത് സ്റ്റിക്കർ എന്നൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഹാപ്പി വിഷു എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഹാപ്പി വിഷു ആശംസകളൊക്കെ വരും. അതിൽ നിന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ആ ഇമേജിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ അതെവിടെയെന്ന് വെച്ചാൽ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത് കൂടുതലുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് ആ ഒരു സൈസാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ മേളിലത്തെ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിക്കോളും. ഇനി നമ്മൾ പോകുന്നത് ക്യാൻവ ആപ്പിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ആപ്പ് യൂസ് ചെയ്തു, പിൻട്രസ്റ്റും യൂസ് ചെയ്തു, പിക്സാർട്ടും യൂസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ആകുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ നമ്മൾ കസ്റ്റം സൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ A3 ഷീറ്റിലാണ് പ്രിൻ്റ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് 12x18 നമ്മൾ വിഡ്ത്ത് 12ഉം ഹൈറ്റ് 18ഉം ആക്കി കൊടുക്കുക. യൂണിറ്റ്സ് ഇഞ്ചസ് ആണ് കൊടുക്കുക. അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മൾ താഴത്തെ എലമെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ റെക്റ്റാങ്കിൾ ഫ്രെയിം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. റെക്റ്റാങ്കിൾ ഫ്രെയിമിന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കളർ ഫ്രെയിംസ് ഒക്കെ വരും. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ സാധാരണ റെക്റ്റാങ്കിൾ ഫ്രെയിമാണ്. ഇനി നമ്മൾ ഇത് കറക്റ്റ് സൈസിൽ വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ കാർഡ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ലൈനിൽ 4 കാർഡ് വെച്ചിട്ടാണ് വെക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് താഴത്തെ നഡ്ജ് ഓപ്ഷനിൽ നമുക്ക് ഓരോ ആരോസ് ഉണ്ടാവും. അതുപോലെ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടൊക്കെ മാറ്റിയിട്ട് നമുക്കത് കറക്റ്റ് സ്പേസിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ആ 3 ഡോട്ട് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ നമുക്ക് സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് 4 ഫ്രെയിംസ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മേളിലത്തെ ഗ്രൂപ്പ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്ത് താഴത്തേക്ക് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ നോട്ട് വെക്കാനും പിന്നെ കോയിൻ വെക്കാനും വേണ്ടിയിട്ടുള്ള കാർഡ്സാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 8 നോട്ട് വെക്കാനുള്ള കാർഡും ബാക്കി കുറച്ച് കോയിൻസിൻ്റെ കാർഡുമാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫ്രെയിമൊക്കെ കറക്റ്റ് സൈസിൽ വെച്ചിട്ട് താഴെ ഗാലറി ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ എല്ലാ പിക്ചേഴ്സും നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് മേളത്തെ ഒരു ആരോ ഓപ്ഷൻ ഉണ്ടല്ലോ അതിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നേരിട്ട് നമ്മുടെ ഗാലറി തന്നെയാണ് കേട്ടോ സേവ് ആവുന്നത്. ഇത് ഇമേജായിട്ട് PDF ആയിട്ട് നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷു കാർഡിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ടൊക്കെ ഞാൻ ഇൻസേർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ടർ കൊണ്ട് 2 ലൈൻ വരച്ചിട്ടാണ് കേട്ടോ ഞാനതിൽ നോട്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.